നമ്മുടെ നാട്ടിൽ ഏതൊരു പ്രോഡക്റ്റ് ഇറക്കിയാലും അതിന്റെ ചാത്തിന് എന്തൊക്കെയാലും അതിന്റെ പുറകെ മാർക്കറ്റ് കയറണം. ഇനിയിപ്പോൾ ഏത് സപ്ലിമെന്റ്സിന്റെ കേസ് എടുത്താലും പ്രോട്ടീൻ, ക്രിയാറ്റിന്, മൾട്ടിവൈറ്റമിൻ ഏതെടുത്താലും ഇതിന്റെ ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാണെന്ന് അറിയാൻ ഭയങ്കര പാടായിരിക്കും. ക്രിയാറ്റിന്റെ കേസിൽ തന്നെ പല പേരിലും ബ്രാൻഡിലും ഇഷ്ടം പോലെ ഇന്ത്യൻ മാർക്കറ്റിൽ കാണും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ഒരു ജെനുവിനും ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ക്രിയാറ്റിൻ മാർക്കറ്റിൽ നിന്ന് തപ്പിയെടുക്കാന്ന് പറഞ്ഞുതരാം. ആദ്യമേ ക്രിയാറ്റിൻ എന്തോന്ന് അറിയാത്തവർക്ക് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ക്രിയാറ്റിൻ നാച്ചുറലായിട്ട് കാണപ്പെടുന്ന ഒരു കോമ്പൗണ്ടാണ്. ഈ റെഡ് മീറ്റിലും ഫിഷിലും ഒക്കെ ചെറിയ എമൗണ്ട് ഇത് കാണപ്പെടും. പിന്നെ നമ്മുടെ ബോഡി ഇത് പ്രൊഡ്യൂസ് ചെയ്യും, ചെറുതായിട്ട് കിഡ്നിയിലും ലിവറിലും ഒക്കെ മെയിൻ ആയിട്ടും പ്രൊഡ്യൂസ് ചെയ്യും. ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു പറഞ്ഞാൽ നമ്മൾ ക്രിയാറ്റിൻ കൺസ്യൂം ചെയ്യുമ്പോൾ ഇത് നമ്മുടെ മസിൽസിൽ ഫോസ്ഫോ ക്രിയാറ്റിൻ ആയിട്ട് സ്റ്റോർ ചെയ്യും. ഇതൊരു ഹൈ എനർജി കോമ്പൗണ്ട് ആയിരിക്കും. നമ്മളൊരു ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ട് ചെയ്യുമ്പോൾ, ഇപ്പം വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ഒരു വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി എനർജിക്കായിട്ട് ATP മോളിക്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ ഇത് അധിക നേരം നിൽക്കത്തില്ല. ഇത് ADP ആയിട്ട് കൺവേർട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ നമ്മൾ ഫെറ്റിക് അടിച്ചിരിക്കും, എന്ന് വെച്ചാൽ ക്ഷീണമായിരിക്കും. ഇവിടെയാണ് ഫോസ്ഫോക്രിയാറ്റിൻ വന്നിട്ട് ADPക്ക് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കൊടുക്കും. അങ്ങനെ പിന്നെ ATP ഉണ്ടാക്കാൻ സാധിക്കും. ഈ ഒരു പ്രോസസ്സ് എനർജി റീക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളെ എക്സ്ട്രാ സെറ്റ് ചെയ്യാനും എക്സ്ട്രാ റെപ്പ് ചെയ്യാനും പിന്നെ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാനും സാധിക്കും. ഇത് നമുക്ക് പവർ, സ്ട്രെങ്ത്, എനർജി, റിക്കവറി അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ വരും. ഇനി എങ്ങനെ ഒരു ക്വാളിറ്റി ക്രിയാറ്റിൻ മാർക്കറ്റിൽ നിന്ന് തപ്പിയെടുക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യമേ തന്നെ നിങ്ങൾ ഫാൻസി നെയിംസ്, ക്രിയാറ്റിൻ HMB, HCl, LDL അങ്ങനെ പല പേരിൽ കാണും. ലിക്വിഡ് ക്രിയാറ്റിൻ അങ്ങനെ പല പേരിലുണ്ട്. നിങ്ങൾ ഇതെല്ലാം അങ്ങ് വിട്ടിട്ട് ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന പ്യുവർ ഫോം മാത്രം തിരഞ്ഞെടുക്കുക. കാരണം ഈ ഒരു ഫോമിലാണ് ഒരുപാട് സ്റ്റഡീസ് നടത്തിയിട്ടുള്ളത്. മാത്രമല്ല ഇത് സ്ട്രെങ്തും പെർഫോമൻസും ഒക്കെ ബൂസ്റ്റ് ചെയ്യുന്നത് തെളിഞ്ഞിട്ടുള്ളത് ഈ സ്റ്റഡീസിലാണ്. മറ്റൊരു ഫോമും എക്സ്ട്രാ ബെനിഫിറ്റും തരത്തില്ല. അത് മാത്രമല്ല നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ ഇറങ്ങുകയും ചെയ്യുക ഒരു ഫാൻസി നെയിംസിൽ. അപ്പോൾ ഒന്നാമത്തത് നിങ്ങളുടെ മാക്സിമം ഗെയിൻസിന് 100% ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തത് നമ്മൾ എടുക്കുന്ന ക്രിയാറ്റിന് അഡിറ്റീവ്സോ ഫില്ലേഴ്സോ ഒന്നും വേണ്ട. അത് നേരെ തിരിച്ച് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കുക. 100% ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് 3 ഗ്രാം അല്ലെ 5 ഗ്രാം അത്രയും മതി. കാരണം ചില ബ്രാൻഡ്സ് അതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ആഡഡ് ഷുഗർ, അതുപോലെ തന്നെ കെമിക്കൽസ്, കളേഴ്സ് ഇതുപോലത്തെ സാധനങ്ങൾ ചേർക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കേണ്ട കാര്യമുള്ളൂ. അടുത്തത് നമ്മുടെ ക്രിയാറ്റിൻ്റെ ഫ്രണ്ടിലോ ബാക്കിലോ ക്രിയാപ്യൂറിൻ്റെ സർട്ടിഫിക്കേഷൻ ഉണ്ടോ നോക്കുക. കാരണം ക്രിയാപ്യൂർ ഒരു ജർമ്മൻ ബ്രാൻഡാണ്. ഇത് നമ്മുടെ ക്രിയാറ്റിൻ ഒരു സ്ട്രിക്റ്റ് ക്വാളിറ്റി കൺട്രോളിന് വിധേയമാക്കിയിട്ടുണ്ടെന്ന് നമുക്കൊരു ഉറപ്പ് വരും. പിന്നെ ഇതിലെ ക്രിയാറ്റിൻ മൈക്രോഫിൽറ്റേർഡ് ക്രിയാറ്റിൻ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇമ്മ്യൂണിറ്റീസ് ഒക്കെ വളരെ കുറവായിരിക്കും. മറ്റുള്ള ലോ ക്വാളിറ്റി ക്രിയാറ്റിനെ അപേക്ഷിച്ച് നമ്മുടെ സ്റ്റൊമക്കിനെ ദഹിപ്പിക്കാനൊക്കെ എളുപ്പമായിരിക്കും. അടുത്തത് തേർഡ് പാർട്ടി ടെസ്റ്റിംഗ് സർട്ടിഫിക്കേഷൻസ് ഉണ്ടോ നോക്കുക. NSF, ലാബ്ഡോർ, ഇൻഫോം ചോയ്സ് അതുപോലത്തെ സർട്ടിഫിക്കേഷൻസ് ഉണ്ടോ നോക്കുക. കാരണം ഇവരുടെയൊക്കെ സർട്ടിഫിക്കേഷൻസ് നമ്മുടെ പ്രോഡക്റ്റ് ലാബിൽ റെഗുലറായിട്ട് ചെക്ക് ചെയ്യുന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് വരും. ഇവർ നമ്മുടെ പ്രോഡക്റ്റിനകത്ത് ഹെവി മെറ്റൽസ്, ബാൻഡ് സബ്സ്റ്റൻസ് അതുപോലെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഇത് അത്ലറ്റ്സിനൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം കോമ്പറ്റീഷനൊക്കെ ഇറങ്ങാൻ നേരത്ത് ഡ്രഗ് ടെസ്റ്റിനൊക്കെ വിധേയമാക്കുമ്പോൾ അവർക്ക് യൂസ്ഫുൾ ആവും. ഇനി ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഗ്മെന്റ്. കാരണം ഇതെല്ലാം ഓക്കെ ആയിരുന്നാലും നിങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കുക. പല ബ്രാൻഡിൻ്റെ സർട്ടിഫിക്കേഷൻസ് എക്സ്പയർ ആയത് നമുക്ക് കാണാൻ പറ്റും. ഞാനൊരു പ്രമുഖ ബ്രാൻഡിൻ്റെ ലൈസൻസ് നമ്പർ ക്രിയാപ്യൂറിൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കി. ഇതാണ് ക്രിയാപ്യൂറിൻ്റെ വെബ്സൈറ്റ്. ഇതിൻ്റെ ഏറ്റവും മുകളിൽ ബൈനോമിലി ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലൈസൻസ് നമ്പർ ചെക്ക് ചെയ്യാനുള്ള ഒരു പേജ് വരും. അവിടെ ഞാൻ ഈ ബ്രാൻഡിൻ്റെ ലൈസൻസ് നമ്പർ പേസ്റ്റ് ചെയ്തിട്ട് സെർച്ച് ചെയ്തു. അപ്പോൾ എനിക്ക് കാണാൻ പറ്റിയത് അവിടെ അങ്ങനെ ഒരു ബ്രാൻഡ് ലിസ്റ്റ് ചെയ്തിട്ടില്ലെന്നാണ്. ചിലപ്പോൾ എക്സ്പയർ ആയതായിരിക്കാം. കുറേ നാൾ മുമ്പ് ഞാൻ ഇതുപോലെ നോക്കിയതാണ്. അപ്പോഴും ഇതേപോലെ തന്നെ കിടന്നിരുന്നത്, യാതൊരു അപ്ഡേഷനും ഇല്ലായിരുന്നു. പിന്നെ ഈ ലൈസൻസ് നമ്പരൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് ബ്രാൻഡാണെന്ന് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും. അവരുടെ വെബ്സൈറ്റിൽ ആ പ്രോഡക്റ്റിൻ്റെ കൂടെ ആ ഇമേജിലും ഒക്കെ ടാഗ് ചെയ്തിട്ടുണ്ട് അവരുടെ ലൈസൻസ് നമ്പർ. അത് വെച്ചാണ് ഞാൻ സെർച്ച് ചെയ്തത്. ഞാൻ സെർച്ച് ചെയ്ത സമയത്തിൻ്റെ എൻ്റെ കുഴപ്പമൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതേപോലെ ഫേമസ് ആയിട്ടുള്ള വേറെ 2 ബ്രാൻഡിനെ ഞാൻ സെർച്ച് ചെയ്ത് അപ്പോൾ അതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ട് അവരുടെ ലൈസൻസ് നമ്പർ അയച്ചപ്പോൾ ഏത് ബ്രാൻഡിനെയാണ് കാണിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ലാബ്ഡോറിനകത്ത് കയറി നോക്കി ഏതൊക്കെ ക്രിയാറ്റിൻ സർട്ടിഫൈഡ് ചെയ്തിട്ടുണ്ടെന്നും എക്സ്പയർ ആയിട്ടുണ്ടെന്നും ഒക്കെ വ്യക്തമായിട്ട് അത് കാണാൻ പറ്റും. നിങ്ങളുടെ ബ്രാൻഡിനെ തേർഡ് പാർട്ടി ടെസ്റ്റ് ചെയ്തേക്കുന്ന ഏത് കമ്പനിയെന്ന് വെച്ചാൽ അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ മതി. നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ ബ്രാൻഡ് ഉണ്ടോ എന്ന്. ഇനി ഇതാണ് ലാസ്റ്റ് സെഗ്മെന്റ്. നിങ്ങൾ നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് അടിക്കുക, പിന്നെ നിങ്ങളുടെ ജിമ്മിൽ പോകുന്ന ഫ്രണ്ട്സിനൊന്ന് അയച്ചു കൊടുക്കുക, അവർക്ക് യൂസ്ഫുൾ ആവട്ടെ. പിന്നെ നിങ്ങൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബ്രാൻഡ് ഏതാണെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തത്.